ഭാരത് നേപ്പാൾ അതിർത്തിയിൽ അതീവ ജാഗ്രതാ നിർദ്ദേശം. സുരക്ഷ ശക്തമാക്കി സൈന്യം. നേപ്പാളിലെ സുൻസുരി ജില്ലയിൽ വർഗീയ കലാപത്തിന്റെ പശ്ചാത്തലത്തിലാണ് നടപടി. 3 പേർ കൊല്ലപ്പെട്ടു. ഭാരത് നേപ്പാൾ അതിർത്തിക്ക് സമീപത്തടക്കം 6 നഗരങ്ങളിൽ നിരോധനാജ്ഞ ഏർപ്പെടുത്തിയിരിക്കുകയാണ്. ഡൽഹിയിൽ നിന്നും ആദർശ് TS വിശദാംശങ്ങൾ നൽകും. ആദർശ്, ഈ ഭാരതവുമായി ചേർന്ന് കിടക്കുന്ന നേപ്പാളിന്റെ അതിർത്തിയിലെ വർഗീയ സംഘർഷത്തിന്റെ അടിസ്ഥാനം എന്താണ്? ഏതൊക്കെ സമുദായങ്ങൾ തമ്മിലാണ് പ്രശ്നമുണ്ടായത്? ഇതിന്റെ കാരണം എന്താണ്? വളരെ ഗൗരവമുള്ളൊരു വിഷയമാണ് ഡൽഹി ബ്യൂറോ റിപ്പോർട്ട് ചെയ്തത്. ഭാരത് നേപ്പാൾ അതിർത്തിയിൽ അതീവ ജാഗ്രതാ നിർദ്ദേശം. സുരക്ഷ ശക്തമാക്കിയിരിക്കുകയാണ് സൈന്യം. നേപ്പാളിലെ സുൻസുരി ജില്ലയിൽ ആണ് കഴിഞ്ഞ ദിവസം വർഗീയ സംഘർഷം രൂപപ്പെട്ടത്. ഈ വർഗീയ സംഘർഷത്തിന്റെ അലയൊലികൾ നമ്മുടെ അതിർത്തി ഗ്രാമങ്ങളിലേക്ക് പടരാതിരിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഇപ്പോൾ അതീവ ജാഗ്രതാ നിർദ്ദേശം നേപ്പാളുമായി അതിർത്തി പങ്കിടുന്ന ഭാരതത്തിന്റെ ഗ്രാമീണ മേഖലകളിലും മറ്റും നൽകിയിരിക്കുന്നത്. നേപ്പാളിലെ ഈ വർഗീയ സംഘർഷത്തിൽ 3 പേർ കൊല്ലപ്പെട്ടതായാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നിരവധി വീടുകൾ അഗ്നിക്കിരയാക്കുകയും അതിർത്തി പ്രദേശങ്ങളിൽ നിരോധനാജ്ഞയൊക്കെ നേപ്പാളിൽ പുറപ്പെടുവിച്ചിരിക്കുകയാണ്. ഈ പശ്ചാത്തലത്തിൽ സംഘർഷം പടരാനുള്ള സാധ്യതയുണ്ട്. ആദർശ് TSലേക്ക് പോകുന്നു. ആദർശ്, ഈ വർഗീയ സംഘർഷത്തിന്റെ കാരണം എന്താണ്? ഏതൊക്കെ സമുദായങ്ങൾ തമ്മിലാണ് അവിടെ പ്രശ്നമുണ്ടായിരിക്കുന്നത്? ഹിന്ദു മുസ്ലിം സംഘർഷമാണ് ഉണ്ടായിരിക്കുന്നത്. കൻവർ യാത്രയുമായി ബന്ധപ്പെട്ട് കൻവർ യാത്രികർക്ക് നേരെ പോലും ആക്രമണമുണ്ടായ ഒരു സാഹചര്യമാണ്. എന്തായാലും നിലവിൽ ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരമനുസരിച്ച് അക്രമികൾക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്ന് പ്രധാനമന്ത്രി തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. അവിടെ പ്രാദേശികമായിട്ട് പോലീസിനുൾപ്പെടെ ഭരണകൂടം കൃത്യമായിട്ടുള്ള നടപടി സ്വീകരിക്കണമെന്നുള്ള നിർദ്ദേശം നൽകിയിട്ടുണ്ട്. പ്രതിഷേധവുമായി ഹൈന്ദവ സംഘടനകളും രംഗത്ത് വന്നിട്ടുണ്ട്. കാരണം ജിഹാദികളാണ് ആക്രമണത്തിന് പിന്നിലെന്നും നേപ്പാളിലെ സമാധാന അന്തരീക്ഷം തകർക്കുന്നതിനുള്ള ശ്രമമാണ് നടക്കുന്നതെന്നും ആരോപിച്ചാണ് ഹൈന്ദവ സംഘടനകൾ രംഗത്ത് വന്നിരിക്കുന്നത്. ആക്രമണത്തിൽ 3 പേർ കൊല്ലപ്പെട്ടു എന്നുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത്. 6 നഗരങ്ങളിലാണ് നിരോധനാജ്ഞ പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഒപ്പം തന്നെ പോലീസിന്റെ കർശന നിരീക്ഷണവും ഈ പ്രദേശങ്ങളിൽ നടക്കുന്നുണ്ട്. ഈ സാഹചര്യത്തിലാണ് ഭാരത നേപ്പാൾ അതിർത്തിയിൽ സൈന്യം അതീവ ജാഗ്രത പുലർത്തുന്നത്. അക്രമികൾ ഭാരതത്തിലേക്ക് കടക്കുന്നതിന് തടയിടുക എന്ന ലക്ഷ്യത്തോടുകൂടി കർശനമായ പരിശോധനയും ഏർപ്പെടുത്തിയിട്ടുണ്ട്. നേപ്പാൾ അതിർത്തി കടന്നു വരുന്നവരെ കർശനമായ പരിശോധനയ്ക്ക് വിധേയമാക്കുന്നുണ്ട്. ഇവരുടെ തിരിച്ചറിയൽ രേഖകൾ അടക്കം പരിശോധിക്കുകയും ഇവർക്ക് ഭാരതത്തിലേക്ക് കടക്കുന്നതിനുള്ള കൃത്യമായ അനുമതിയുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങൾ പരിശോധിക്കുകയും ചെയ്യുന്നുണ്ട്. അക്രമികൾ ഒരു വിധത്തിലും രാജ്യത്ത് എത്താൻ അനുവദിക്കില്ല എന്നുള്ള നിലപാടാണ് ഭാരതം സ്വീകരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഭാരത നേപ്പാൾ അതിർത്തിയിൽ, പ്രത്യേകിച്ച് ബീഹാറുമായി അതിർത്തി പങ്കിടുന്ന പ്രദേശങ്ങളിൽ കർശന സുരക്ഷയാണ് ഏർപ്പെടുത്തിയിട്ടുള്ളത്. അതിർത്തിയുടെ സമീപ ഗ്രാമങ്ങളിൽ ബീഹാർ പോലീസും കർശന നിരീക്ഷണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. അതേസമയം നേപ്പാളിലാകട്ടെ അവിടെ അക്രമികൾക്കെതിരെയുള്ള കർശന നടപടി സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഹൈന്ദവ സംഘടനകൾ വലിയ പ്രതിഷേധ പ്രകടനത്തിനുൾപ്പെടെ ആഹ്വാനം ചെയ്തിട്ടുണ്ട്. എന്തായാലും നിലവിൽ ആ പ്രദേശത്ത് സംഘർഷാവസ്ഥ നിലനിൽക്കുന്നു എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ഗൗതം, ഓക്കെ എന്തായാലും വളരെ ദൗർഭാഗ്യകരമായ സംഭവമാണ്. ഹരിദ്വാർ കേന്ദ്രീകരിച്ച് ഹൈന്ദവർ നടത്തുന്ന കൻവാർ യാത്രയുടെ പേരിലാണ് ഇപ്പോൾ നേപ്പാൾ സംഘർഷം ഉണ്ടായിരിക്കുന്നത്. അവിടെ ജിഹാദികൾ ഈ കൻവാർ യാത്രയ്ക്ക് പോകുന്ന ഹിന്ദുക്കളെ ആക്രമിക്കുകയായിരുന്നു. അതേ തുടർന്നാണ് നേപ്പാളിലെ സുൻസുരി ജില്ലയിൽ ഇപ്പോൾ വർഗീയ കലാപം ഉടലെടുത്തിരിക്കുന്നത്. അതിനാൽ ഭാരതത്തിലേക്ക് ഈ അക്രമികൾ നുഴഞ്ഞു കയറാതിരിക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി നമ്മുടെ അതിർത്തി ഗ്രാമങ്ങൾക്കെല്ലാം അതീവ ജാഗ്രതാ നിർദ്ദേശം സൈന്യം നൽകിയിരിക്കുകയാണ്. ആദർശാണ് വിശദാംശങ്ങൾ നൽകിയത്.